എനിക്ക് പുറകിൽ കാണുന്നതാണ് പെരിന്തൽമണ്ണ നഗരസഭയുടെ മോഡേൺ ഇൻഡോർ മാർക്കറ്റ്. കഴിഞ്ഞ LDF നഗരസഭാ ഭരണസമിതി കോടികൾ ചിലവഴിച്ച അത്യാധുനിക സൗകര്യങ്ങളോടെയുള്ള മാർക്കറ്റ് എന്ന ഒരു കൺസെപ്റ്റോടെയാണ് ഈ മാർക്കറ്റ് നിർമ്മിച്ചത്. വർഷങ്ങൾ പിന്നിടുമ്പോൾ എന്താണ് ഈ മാർക്കറ്റിന്റെ അവസ്ഥ എന്ന് കാണാം. വള്ളുവനാട് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AUP സ്കൂൾ പാതായിക്കര പെരിന്തൽമണ്ണ. ജാം ജൂം ഹൈപ്പർമാർക്കറ്റ് എക്സീഡിംഗ് എക്സ്പെക്ടേഷൻസ്. ഇനി കുട്ടികൾ മാസായി ക്ലാസ്സിലേക്ക്. അറ്റ്ലസ് ഫാഷൻ പെരിന്തൽമണ്ണ. ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു. എന്നോ കൂട്ടണ്ട, ഇപ്പൊ നാലിനെ കൂട്ടിലാക്കി മാറ്റി ഞങ്ങൾ ആക്കിക്കണം. 4 പുറം വളച്ച് കെട്ടിയിട്ട് പിന്നെ ഞാൻ പറയാം, എനിക്ക് 63 64 വയസ്സായി. ഇപ്പം നമ്മൾ കൂലിപ്പണി എടുത്ത് കൊണ്ട് വാടക അടക്കേണ്ട സ്ഥിതിയാണ്. ഓലിങ്ങോട്ട് ആരെങ്കിലും പെങ്ങളെ പോലുള്ള ആൾക്കാർ കുട്ടികൾ ഓലിക്ക് ഒന്നും അറിയില്ല. ഓല് പറഞ്ഞ് നിങ്ങൾ വന്ന് വാടക അടയ്ക്കുന്ന പറയും. നമ്മൾ എവിടെ നിന്ന് എടുത്ത് വാടക അടക്കണം. ജീവിതം എന്ത് നോക്കും, നേരം എടുത്തിട്ട് ചെയ്ത മുതലാണ് ഇല്ല. എത്ര മുതലുള്ളൂ ഇതിൽ നിങ്ങൾ നോക്കി. കച്ചവടം ചെയ്താണ് നേരം എടുത്തിട്ട് 12 മണി 1 മണിയായി. 36 കൊല്ലം ഓല് ഭരിച്ചു. ഓല് കട്ടും മുടിച്ച് പോയി. ശരിയും നമുക്ക് പിന്നെ ഞങ്ങൾ മർച്ചൻറ്റിനെ എല്ലാം പേരെ വിളിച്ച് വല്ല മോഹവാഗ്ദാനങ്ങൾ പറഞ്ഞു. അവസാനം ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾക്ക് അറിയില്ലേ, നമ്മൾ പറയണ്ടല്ലോ. ഈ മുന്നിൽ കൂടെ കയറി വരാൻ പാടില്ല, പിന്നിൽ കൂടെ നടക്കാൻ പാടില്ല. ഓരോ റൂം കെട്ടിയിട്ട് അതിനുള്ളിൽ ഇപ്പോൾ ബംഗാളികൾ വന്നിട്ട് അതിനുള്ള ടൂറിന് ഒരു വണ്ടി നിർത്താൻ ഒന്നെങ്കിൽ പോയി നിങ്ങൾ പോയി നോക്കി. നിങ്ങൾ പോയിട്ട് അവസ്ഥ ആവുമെന്ന് നോക്കി നോക്കി. മുന്നിൽ കൂടെ ഒരു മനുഷ്യനും അവിടെ കയറി വരില്ല. കാരണം മൂത്രം ഒഴിച്ചിട്ട് മീനിൻ്റെ വെള്ളം കൊണ്ടു പിന്നെ എങ്ങനെ ഇങ്ങോട്ട് വരാം. കക്കൂസ് കൂടെ ആരെങ്കിലും പിന്നെ പേരുടെ അകത്തേക്ക് വരുമോ? ഇപ്പോൾ ആകെ പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ നമ്മളെക്കാളും വിവരമുള്ള മനുഷ്യന്മാരാണ് നിങ്ങൾക്ക് തന്നെ വരും പറയില്ലേ. ഒരു മനുഷ്യൻ മൂക്ക് പത്താതെങ്കിലും മുന്നോട്ട് വരും. പിന്നെ എങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ വരാം? ഇപ്പോൾ നമ്മൾ കുടിയെ കുത്തിട്ടാൽ മതി. ഇപ്പോൾ ഞാൻ 65 വയസ്സായി നിൻ്റെ കുടിക്ക് വരേണ്ട ആവശ്യമില്ല. ഇപ്പം ഞാൻ കൂലിപ്പണി എടുത്തുകൊണ്ട് മാർക്കറ്റിലൊക്കെ പിന്നെ വാടക കിട്ടൂല. ആരെ വരുന്ന വെച്ചാൽ എന്താ വെച്ചാലും അതിന് നടപടിയാണ്. ജയിലിൽ പോയാലുമല്ല. നമ്മളൊക്കെ പോവാണ്, എല്ലാവരും പോയി. ഏകദേശം ആൾക്കാരൊക്കെ പോയി. ഈ അടുത്ത ആൾക്കാർ കുറേ പോയി. ഫ്രൂട്ട്സ് പോയി, വെറ്റിലക്കാരും പോയി, പിന്നെ മുട്ടായിക്കാരും പോയി, മീൻകാർ കുറേ പോയി. ഒക്കെ പോവാം, എല്ലാവരും പോവാം. ഇനി കുറച്ച് ആൾക്കാർ ഞങ്ങൾ ഈ പഴയ ആൾക്കാർ കുറച്ച് ആൾക്കാരുള്ളൂ. കഴിഞ്ഞാൽ പോവും. ഞങ്ങൾ പുറത്ത് ഞങ്ങൾ സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പോവും. വെറുതെ ഉദ്യോഗസ്ഥന്മാർ വന്നിട്ട് അവരെ പോലെ ആക്രമിക്കുക. വെറുതെ പേപ്പർ, ലൈസൻസ്, വാടക, അങ്ങോട്ട് ഹെൽത്ത് മറ്റേതാണ്ട് വെറുതെ ശല്യം ചെയ്യുക. അത് വേറെ. പുറത്ത് വരുന്നതൊന്നുമില്ല. പുറത്ത് വരുന്നതൊക്കെ സമാധാനമായിട്ടിരിക്കുക. കച്ചവടക്കാർ ഇവിടുന്ന് ലക്ഷങ്ങൾ വാടക വാങ്ങിയിട്ടാണ് അവർക്ക് ശമ്പളം കൊടുക്കുന്നത്. 6 കോടി 5 കോടി രൂപേൻ്റെ അടുത്തൊക്കെ ഇവിടുന്ന് വാടക കൊടുത്തിരുന്നു ആ ഒരു കൊല്ലത്തിൽ ഞങ്ങൾ. ഇപ്പോൾ ആ വാടക മൊത്തത്തിൽ ഓല് ഇപ്പോൾ ഇവിടുന്ന് വാടക ഒന്നും കിട്ടാതെയാവും ചെയ്തു. ഉദ്യോഗസ്ഥന്മാരെ ചൂഷണത്തിനൊരു കമ്മിയില്ല. വെറുതെ വന്നിട്ട് അവിടെ അത് ഇവിടെ അത് മറ്റേത്. ഇവിടെ ഒരു മറ്റുള്ള വലിയ വലിയ സ്ഥാപനങ്ങളൊന്നും കയറില്ല. ഈ മുനിസിപ്പാലിറ്റി വന്നിട്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനെ ആക്രമിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ വല്ല ഇത്ര ആളുകളുണ്ട് ഇവിടെ അവിടെ കയറട്ടെ. വെറുതെ ഒന്ന് ഉപദ്രവിക്കുക. ഈ വഴി നേരിട്ടുള്ള വഴി വരികയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കച്ചവടക്കാർക്ക് ഇവിടെ മെച്ചത്തിൽപ്പെടും. എല്ലാവർക്കും വാടകയും കാര്യങ്ങളും ഉണ്ട്. ഇപ്പോൾ എല്ലാ ആൾക്കാരും ഇപ്പോൾ ആയിരിക്കുന്ന പച്ചക്കറിക്കാരനൊക്കെ വീട്ടിൽ നിന്ന് വാടക കൊടുത്തിട്ടാണ് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ തന്നെ ആയിക്കോട്ടെ 4-5 പേര് ഒക്കെ മുതലാളിമാർ വീട്ടിൽ നിന്ന് കൊടുന്നു തരികയാണ്. അവർക്കൊന്നും കിട്ടണില്ല. പിന്നെ എന്താ വെച്ചാൽ നമ്മളെ കുടുംബം പട്ടിണി കിടക്കണ്ടല്ലോ വെച്ചിട്ട് അവരങ്ങനെ തുറക്കാന്നേ ഉള്ളൂ. ഇപ്പോൾ കണ്ടില്ലേ, വന്നിട്ട് ഒരു മനുഷ്യൻ കയറുന്നില്ല. അപ്പോൾ ഈ വഴി ക്ലിയർ ആവുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കച്ചവടക്കാർക്ക് കച്ചവടം കിട്ടുകയും ചെയ്യും. അവരെ കുടുംബം അന്തസ്സായിട്ട് ജീവിക്കുകയും ചെയ്യും. അതിപ്പോൾ നമ്മൾ ചെയർമാൻ വന്നപ്പോൾ നമ്മൾ പറഞ്ഞതാണ് അവരത് പരിഹരിക്കാമെന്ന് പറഞ്ഞേക്കുന്നു. ഇനി അവർ പരിഹരിക്കുന്നില്ല പ്രതീക്ഷയിൽ ഞങ്ങളിങ്ങനെ പീഡ തുറന്നു പോകണു. മുതലാളിമാർ അത് കിട്ടുന്നില്ല പ്രതീക്ഷയിൽ ഞങ്ങളെങ്ങനെ പോറ്റണു. അവർക്കിപ്പോൾ കാശ് കിട്ടിയിട്ടൊന്നുമല്ല, നമ്മളെ കുടുംബം പട്ടിണി കിടക്കേണ്ടല്ലോ വെച്ചിട്ട് തുറക്കണം എല്ലാ കടകളും. ഇതിൻ്റെ ഉള്ളിൽ എല്ലാ കടകളും. ഈ കടയിലൊക്കെ 3 ആളുണ്ടായിരുന്നു. ഇപ്പോൾ ആ മുതലാളി തന്നെ അവിടെ നിൽക്കുന്നത്. പണിക്കാർക്ക് കൊടുക്കാൻ കാശില്ല. ആൾ വന്നാലല്ലേ ഉള്ളൂ. 4-5 മണിക്ക് ശേഷം ഒരു 10 ഇന്ത്യക്കാർ വരും. അവരെന്നെ ഉള്ളൂ. മലയാളീസൊക്കെ വരുന്ന കണക്കാണ്. ഇപ്പോൾ അവരും ഇല്ല. അവരില്ലാത്തതുകൊണ്ടും കട്ടപ്പോകയാണ്. ഇപ്പോൾ ഈ വഴി തുറക്കാന്നുണ്ടെങ്കിൽ ഇപ്പോൾ മുനിസിപ്പാലിറ്റിൻ്റെ പൈസ ഇല്ല എന്ന് പറയാന്നുണ്ടെങ്കിൽ ഈ വഴിയിൽ കോണി വെക്കുന്ന കംപ്ലീറ്റ് ചിലവ് നമ്മൾ നടത്തും. ഇപ്പോൾ ഇതിൻ്റെ മുമ്പ് അങ്ങനെ ഉണ്ടായിട്ട് ചിലവ് നമ്മളെ നടത്തിയത്. അപ്പോൾ ആൾക്കാരും കയറിയിരുന്നു. പിന്നെ അവർ വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അടച്ചതാണ്. പിന്നെ അത് തുറന്നിട്ടില്ല, വർക്ക് നടന്നിട്ടുമില്ല. വർക്ക് ഒരു മാസത്തിനുള്ളിൽ സാധനങ്ങൾ കൊടുന്നിടും, അവർ ചെയ്യും. പിന്നെ അതിന് കഴിഞ്ഞു. ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ 4-5 മാസമായി വർക്ക് ഇറക്കാതിരിക്കുന്നു. എനിക്കും നല്ലത് പഴയ മാർക്കറ്റേ നല്ലത്. എന്നാൽ കച്ചവടം ഉണ്ടായിരുന്ന കുറച്ച് ആൾക്കാരും കാണായിരുന്നു. ഇവിടെ തീരെ ജനങ്ങൾ വരാത്ത അവസ്ഥയാണ്. ഇവിടെ റോഡുകൾ ശരിയില്ല. അതേമാതിരി കച്ചവടം പിന്നെ ബാക്കിലേക്ക് ആകണം കച്ചവടങ്ങളൊക്കെ. ഇപ്പോൾ ഞങ്ങൾ തന്നെ പഴയ കച്ചവടക്കാരാവുകൊണ്ട് ഇങ്ങനെ ഇപ്പോൾ ശരിയാവും എന്നാണ് അതിൽ നിൽക്കുകയാണ്. ഒരു വർഷം കൊണ്ട് ശരിയാക്കി തരാറുണ്ട്. ഇപ്പോൾ 4-5-6 വർഷമായി
ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. മാർക്കറ്റിൻ്റെ അവസ്ഥ വളരെ മോശമാണ്. കാരണം ഇങ്ങോട്ട് ആൾക്കാർ വരാൻ പറ്റുന്ന സിറ്റുവേഷനല്ല ഈ മാർക്കറ്റ് പ്ലാൻ ചെയ്തതും നടത്തിയതൊന്നും. വാടക ഇവിടെ കുടിശ്ശികയായ ഒരു 80% ആൾക്കാർ ഇപ്പോൾ കുടിശ്ശികയായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. വാടക കുടിശ്ശികയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്ത്. നിലവിൽ ഒരു 10-15 പേര് ഇപ്പോൾ നിർത്തി പോയിട്ടുണ്ട് ഒരു 6 മാസത്തിനുള്ളിൽ. ഇനിയും ഈ ഷട്ടറുകളൊക്കെ അടഞ്ഞു കിടക്കുകയാണ്. ഇനിയും ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ടാവും. സത്യം പറഞ്ഞാൽ ഇത് പെരുന്തൽമണ്ണയിൽ ബംഗാളി മാർക്കറ്റ് എന്ന് പറയേണ്ടി വരും. രാവിലെ വൈകുന്നേരം 10 ബംഗാളികൾ വരും, എന്തെങ്കിലുമൊക്കെ വാങ്ങിപ്പോവും. ഇവിടേക്ക് ജനങ്ങൾക്ക് വരാനുള്ള ഒന്നാമത് ഇതുപോലെ ചളി വഴി ക്ലിയർ ഇല്ല. പിന്നെ അതിന് വലിയൊരു മാറ്റം വരുന്നത്, പിന്നെ ഇതിന് മഴ പെയ്താൽ ഇതിൻ്റെ ഈ ഭാഗത്ത് ഈ കോണിൻ്റെ അടിയിൽ ഫുള്ള് ചളി വെള്ളമാണ്, കൊതുകിൻ്റെ ബുദ്ധിമുട്ട്. അതിന് അടിയന്തരമായിട്ട് മുനിസിപ്പാലിറ്റി എന്തെങ്കിലും മാർഗം കാണും. വ്യാപാരികളൊക്കെ വലിയ പ്രതിസന്ധിയിലാണ്. ആളുകൾ ഇവിടേക്ക് കാര്യമായിട്ട് ഇപ്പോൾ ഈ ബായിമാർ മാത്രമേ വരുള്ളൂ, മലയാളക്കാരും വല്ലാതെ വരുന്നില്ല. അപ്പോൾ അവർ കച്ചവടം എല്ലാതും പ്രതിസന്ധിയിലാണ്. അതിന് അടിയന്തരമായി സർക്കാരിൻ്റെ ഒരു ഇടപെടലുണ്ടാകണം. മുനിസിപ്പാലിറ്റി MLA ഒക്കെ മുൻകൈ എടുക്കണമെന്നാണ് പറയാനുള്ളത്. നമ്മൾ റോഡ് ഇതൊക്കെ ഇവിടെയൊക്കെ ക്ലിയർ ആക്കിയാലേ ആൾക്കാർ വരുള്ളൂ. ഇവിടെ ഈ ഫ്രണ്ടും ഇതൊക്കെ അടിപൊളിയാക്കുകയാണെങ്കിൽ ആൾക്കാർ വരാൻ ചാൻസ് ഉണ്ട്. വണ്ടിക്ക് ശരിക്കും ഇവിടെ നിർത്താനുള്ളൊരു സൗകര്യമല്ല. അതിങ്ങനെ ഇരിക്കാൻ പറ്റൂല. അപ്പുറത്തൊക്കെ ആൾക്കാർ ഒന്നാളൊക്കെ ഉണ്ടാവുകൊണ്ട് പേടിക്കാതിരിക്കാൻ നോക്കുക. കച്ചവടം നടക്കുന്നില്ല, ഇവിടുന്ന് ഇങ്ങനെ ഇരിക്കുക. കാരണം കറണ്ട് പോയാൽ അതിലേക്ക് വരണമെങ്കിൽ ആൾക്കാർ പുതിയ ഒരാൾ വരികയാണെങ്കിൽ തപ്പി തടഞ്ഞു വരണം. വളരെയധികം ദയനീയമാണ് ഇവിടെയുള്ള കച്ചവടക്കാരുടെ അവസ്ഥ. ഭരണം മാറിയതോടെ ഒരു മാറ്റം ഇവരും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതിന് ഒരു പരിഹാരം കാണേണ്ടത് ഇവിടെയുള്ള ഭരണസമിതിയാണ്. വ്യാപാരികളുടെ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മികവുറ്റ വിദ്യാലയത്തിൽ പ്രീ പ്രൈമറി മുതൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പഠനം ഉറപ്പാക്കാം. AC ക്ലാസ് മുറികൾ, കിഡ്സ് പാർക്ക്, ഇൻഡോർ ഗെയിം, സ്പോക്കൺ ഇംഗ്ലീഷ് ട്രെയിനിംഗ്, വാഹന സൗകര്യം, AI റോബോട്ടിക് പഠനം, ടാലന്റ് ലാബ്, എല്ലാ വിദ്യാർത്ഥികൾക്കും സൗജന്യ അപകട ഇൻഷുറൻസ് നൽകുന്നു എന്ന പ്രത്യേകതയും പാതായ്ക്കര AUP സ്കൂളിലുണ്ട്. AUP സ്കൂൾ പാതായിക്കര പെരിന്തൽമണ്ണ. അറ്റ്ലസ് സന്ദർശിക്കുന്ന എല്ലാ സ്കൂൾ കുട്ടികൾക്കും 12 സ്കെച്ച് പെൻ, പെൻസിൽ, കട്ടർ, എറേസർ എന്നിവ സമ്മാനം. സ്കൂൾ ബാഗുകൾ വാങ്ങുമ്പോൾ 3 കാമലിൻ നോട്ട്ബുക്ക് സൗജന്യം. 10 സ്കൂൾ കുട്ടികൾക്ക് നറുക്കെടുപ്പിലൂടെ 10 ടാറ്റ ന്യൂട്രോൺ സൈക്കിളുകൾ സമ്മാനമായി നേടാം. 10 നോട്ട്ബുക്കുകൾ വാങ്ങുമ്പോൾ 12 നോട്ട്ബുക്ക് സൗജന്യം. 5 കാമലിൻ നോട്ട്ബുക്ക് വാങ്ങുമ്പോൾ 3 എണ്ണം സൗജന്യം. നഴ്സറി ബാഗുകൾ 99 രൂപയ്ക്ക് സ്വന്തമാക്കാം. പെൻസിൽ ബോക്സ്, പൗച്ച് 19 രൂപ മുതൽ. ഇനി കുട്ടികൾ മാസായി ക്ലാസ്സിലേക്ക്. അറ്റ്ലസ് ഫാഷൻ, കടയ്ക്കൽ, കൊല്ലം, കൊടുവള്ളി, നിലമ്പൂർ, പെരിന്തൽമണ്ണ.